കഥകളിയിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു എക്സ്പെൻസ്? തിരക്കില്ലാത്ത എക്സ്പെൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ വന്നിപ്പോൾ നേരത്തെ വരുന്നതാണ്, ഇപ്പോഴുള്ള ടൈം അറിയില്ല. ഇങ്ങനെ വൈകുന്നോറും ഇവരൊക്കെ ഇങ്ങനെ കാത്തിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എക്സ്പെൻസ് കൊടുക്കണം അവർക്ക്, അല്ലാണ്ട് പറ്റില്ല. ഒരു കുട്ടിക്ക് എത്ര പേരെ വേണ്ടി വരും? എന്തിനാ മൊത്തം ഒരുക്കാനും? വേഷം മുഖത്ത് ഒരുക്കാൻ ശരിക്കും കഥകളി പഠിച്ചൊരു വേഷക്കാരൻ ഒരു ദേവരാജാച്ചാൽ അവർ സ്വന്തമായിട്ടാണ് ശരിക്കും മുഖത്ത് എഴുതുക. കുട്ടികളാവുമ്പോൾ അത് ചെയ്തു കൊടുക്കാൻ ഒരാൾ വേണം, അവസാനം അല്ല ആരെങ്കിലും ഒരാൾ വേണം. അങ്ങനെ ഒരു മറ്റൊരു പിന്നെ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ അണിയറയിലും ഒക്കെ ആൾക്കാർ 3-4 ആൾ എങ്ങനെയും വേണം. അത് 40-50 രൂപ ആവുന്നൊക്കെയാണ് ഇപ്പോൾ ചില റിസോർട്ടൊക്കെ പറഞ്ഞത്. 40-50 രൂപ ആവാനില്ല, അതൊക്കെ വരും, ഐറ്റത്തിനനുസരിച്ചൊക്കെ വരും. ഓരോ കുട്ടികൾക്കും പ്രത്യേകം അങ്ങനെയാണോ അതോ അല്ലല്ല ഒന്നിച്ച് അങ്ങനെയില്ല. ഓരോന്നിപ്പോൾ ഓരോ ഭാഗത്തു നിന്നല്ലേ വരുന്നത്, ഒരു ഭാഗത്തു നിന്നല്ല വരുന്നത്. അപ്പോൾ അത് വേറെ വേറെ തന്നെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അല്ല ഈ കർട്ടൻ ഇത് പിടിക്കുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാം അത് സെപ്പറേറ്റിൻ്റെ വരിക. അതങ്ങനെ ഇപ്പം കാസർഗോഡ് പോലെ നമ്മൾ തിരുവനന്തപുരം ഉണ്ടല്ലോ, ഇത് ഒന്നിക്കാൻ എങ്ങനെയും പറ്റില്ലേ, ബുദ്ധിമുട്ടല്ലേ? അതെ അതെ. ഈ വിജയനത്തെ കുറിച്ചൊക്കെ എന്തെങ്കിലും ആക്ഷേപം അങ്ങനെ വല്ലതും ഉണ്ടോ? വിധിനിർണ്ണയം എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകിച്ച് പറയുമെന്ന് എനിക്ക് മനസ്സിലാവില്ല. എല്ലാവർക്കും അറിയാൻ ഇതിലുള്ളൂ. പ്രശ്നം തന്നെയാണ്. അതെ. അങ്ങനെ ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടോ അഴിമതി സാധ്യതയൊക്കെ? കേൾക്കുന്നുണ്ട്. ഞാനങ്ങനെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്